Prove that the numbers 1 by 10, 11 by 100, 111 by 1000 get closer and closer to 1 by 9. 1 by 9 ഈ 1 by 10 എന്ന ഫ്രാക്ഷനും 11 by 100 എന്ന ഫ്രാക്ഷനും 111 by 1000 എന്ന ഫ്രാക്ഷനും ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 1 by 9നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 into 10 10 അല്ലേ? 10 by 9 ആണ് അല്ലേ? 10 by 9 എത്രയാണ്? 10 by 9 is equal to quotient 1 ആണല്ലോ, 1 റിമൈൻഡർ 1 ആണ് ബൈ ഈ 9 അല്ലേ? 1 by 9 അല്ലെങ്കിൽ 1 plus 1 by 9 എന്ന് എഴുതാം അല്ലേ? ഓക്കെ, 1 plus 1 by 9 ആണ് എന്ത്? 10 by 9 എന്ന് വെച്ചാൽ. ഇനി 1 by 9നെ നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 by 9 into 100 എന്ന് വെച്ചാൽ എന്താണ്? 1 by 9 into 10 into 10 ആണ് അല്ലേ? കാരണം 10 into 10 ആണ് 100 അല്ലേ? അപ്പോൾ ഇവിടെ 1 by 9 into 10 ഓൾറെഡി നമുക്ക് കിട്ടും. എത്ര? 1 plus 1 by 9 ആണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഒരു ഇൻറ്റു 10 കൂടി ചെയ്താൽ എന്ത് കിട്ടും? 1 by 9 into 100 കിട്ടും. സോ 1 plus 1 by 9 into 10 അതെത്രയാണ്? ആദ്യം ബ്രാക്കറ്റിലെ ഓരോ ടേമിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 10 10 ആണ്. പിന്നെ പ്ലസ് നടക്കുള്ള സൈന് പ്ലസ് 1 by 9 into 10. 1 by 9 into 10 എന്താ? 1 into 10 10 അല്ലേ? സോ 10 by 9. ഓക്കെ, ദാറ്റ് ഈസ് 10 plus 10 by 9 എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടു, 1 plus 1 by 9 ആണ് അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് 10 plus 1 11 ആണല്ലോ. സോ 11 plus 1 by 9 ആണ് കിട്ടിയത്. ഇനി 1 by 9നെ നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1 by 9 into 1000 എന്ന് വെച്ചാൽ എന്താ? 1 by 9 into 100 into 10 ആണ് അല്ലേ? 1 by 9 into 100 നമുക്ക് ഓൾറെഡി കിട്ടിയ എന്താ? 11 plus 1 by 9 ആണ്. സോ 11 plus 1 by 9 into 10 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 11 into 10 അത് എത്രയാണ്? 110 ആണ്. പ്ലസ് പിന്നെയോ 1 by 9 into 10 അത് എത്രയാണ്? 1 into 10 10 അല്ലേ? സോ 10 by 9 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 110 പ്ലസ് 10 by 9 എത്ര നമുക്ക് ഓൾറെഡി കിട്ടിയത്? 1 plus 1 by 9 ആണ് അല്ലേ? സോ ദിസ് ഈസ് 110 പ്ലസ് 1 എന്താ? 111 ആണ് പ്ലസ് 1 by 9. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്ത് കിട്ടി? 1 by 9 into 10 എന്താണ്? 1 plus 1 by 9 ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് 1 by 9ൻ്റെ വാല്യൂ കാണാം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഈ ഇൻറ്റു 10നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 10 ആകും അല്ലേ? സോ എന്ത് വരും? 1 by 9 ഈസ് ഈക്വൽ ടു 1 by 10 പ്ലസ് 1 by 9 by 10 എന്ന് കിട്ടും അല്ലേ? 1 by 9 ഈസ് ഈക്വൽ ടു 1 by 10 പ്ലസ് 1 by 9 by 10 എന്ന് വെച്ചാൽ 1 by 9 into 10 അതായത് 1 by 90 എന്ന് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ 1 by 9 എത്രയാണ്? രണ്ടാമത്തെ കേസിൽ 1 by 9ൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസിൽ 1 by 9 into 100 എത്ര കിട്ടി? 11 plus 1 by 9 ആണെന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 1 by 9ൻ്റെ വാല്യൂ കാണാം. അതിനു വേണ്ടി ഈ ഇൻറ്റു 100നെ ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 100 ആകും അല്ലേ? സോ 1 by 9 ഈസ് ഈക്വൽ ടു 11 by 100 പ്ലസ് 1 by 9 by 100 എന്ന് കിട്ടും അല്ലേ? 11 by 100 പ്ലസ് 1 by 9 by 100 എന്ന് വെച്ചാൽ എന്താ? 1 by 9 into 100 അതായത് 1 by 900 ആണ് അല്ലേ? ഇനി മൂന്നാമത്തെ കേസിൽ 1 by 9 ഈസ് ഈക്വൽ ടു എത്ര വരും? മൂന്നാമത്തെ കേസിൽ 1 by 9 into 1000 എത്രയാണ്? 111 പ്ലസ് 1 by 9 ആണ്. അപ്പോൾ ഇതിൽ നിന്നും 1 by 9ൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഈ ഇൻറ്റു 1000നെ ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 1000 ആകും. സോ 1 by 9 ഈസ് ഈക്വൽ ടു 111 by 1000 പ്ലസ് 1 by 9 by 1000 ആണ് അല്ലേ? സോ 111 by 1000 പ്ലസ് 1 by 9 by 1000 എന്ന് വെച്ചാൽ എന്താ? 1 by 9 into 1000 അതായത് 1 by 9000 ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? 1 by 9ൻ്റെ വാല്യൂസ് അല്ലേ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻസ് ആയാലും 1 by 10 എന്ന ഫ്രാക്ഷന് ഫസ്റ്റ് കേസിൽ കിട്ടി. പിന്നെ 1 by 11 by 100 കിട്ടി. മൂന്നാമത്തത് 111 by 1000 എന്ന ഫ്രാക്ഷനൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വരുന്ന ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്? ഈ 1 by 90 ആദ്യത്തെ കേസിൽ 1 by 90 എന്ന് പറയുന്നത് സ്മോൾ വാല്യൂ ആണ് അല്ലേ? കാരണം 90 പാർട്സിൽ ഒരു പാർട്ട് 1 out of 90 എന്നാണ് അർത്ഥം 1 by 90 എന്ന് വെച്ചാൽ അല്ലേ? അപ്പോൾ എന്താണ്? 1 by 90 ഈസ് എ സ്മോൾ വാല്യൂ, ഒരു ചെറിയ വാല്യൂ ആണ്. ഓക്കെ, 1 by 900 രണ്ടാമത്തെ കേസിൽ 900 പാർട്സിൽ ഒരു പാർട്ട് 1 out of 900 എന്നാണ് അർത്ഥം അല്ലേ? അപ്പം അത് 1 by 90യേക്കാളും ചെറിയ വാല്യൂ ആണ് അല്ലേ? സോ നമുക്കെന്ന് പറയാം 1 by 900 ഈസ് സ്മോളർ ദാൻ
1/90 അല്ലേ? 1/90യേക്കാളും ചെറിയതാണ്. ഓക്കെ, 1/9000 9000 പാർട്ടിൽ ഒരു പാർട്ട്, അതാണ് ഏറ്റവും ചെറുത് അല്ലേ? കാരണം ഒരു സാധനത്തിനെ 9000 പാർട്ടാക്കിയിട്ട് അതിലൊരു പാർട്ട് എന്നാണെന്ന് അർത്ഥം അല്ലേ? അപ്പം അത്രയും പാർട്ടാകുമ്പോൾ അത്രയും ചെറുതാവും. അതിലൊരു പാർട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ പാർട്ടാണ് അല്ലേ? അപ്പോൾ 1/9000 ഈസ് സ്മോളർ ദാൻ 1/900 അല്ലേ? 1/900നേക്കാളും ചെറിയ വാല്യൂ ആണ് 1/9000 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ വാല്യൂ, ഈ ആഡ് ചെയ്യുന്ന വാല്യൂ ഇങ്ങനെ കുറയും തോറും അതിനർത്ഥം എന്താണ്? ഈ 1/9ന് മറ്റേ പാർട്ട്, അതായത് ആദ്യത്തെ ഫ്രാക്ഷൻ ഇങ്ങനെ ഈ 1/9ന് ക്ലോസ് ആവുന്നു എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ ദ ഫ്രാക്ഷൻ 1/10, 11/100, 111/1000 are getting closer and closer to 1/9 എന്ന് പറയാം അല്ലേ? ഓക്കെ, 1/9 ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് 1/9, 2/9, 3/9, 4/9, 5/9 എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു 1/9 എന്താണ്? ഈ ഫ്രാക്ഷൻസ് 1/9 ക്ലോസ് ആവുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാ? 1/10, 11/100, 111/1000 എന്ന ഫ്രാക്ഷൻ ക്ലോസ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെസിമൽ ഫോംസ് ഏതൊക്കെയാണ്? 1/10 എന്ന് വെച്ചാൽ 0.1 ആണ്, 11/100 എന്ന് വെച്ചാൽ 0.11 ആണ്, 111/1000 എന്ന് വെച്ചാൽ 0.111 ആണ് അല്ലേ? ആർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/9. 1/9 ക്ലോസ് ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 1/9 = എന്ത് പറയാം? 0.1, 0.11, 0.111 എക്സെട്ര എന്ന് പറയാം അല്ലേ? 0.111 എക്സെട്ര എന്ന് പറയാം. ഓക്കെ, ഇതാണ് 1/9ൻ്റെ വാല്യൂ. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? 2/9 എന്ന് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2/9 എന്ന് വെച്ചാൽ എന്താണ്? 2 × 1/9 അല്ലേ? 2 × 1/9 എന്ന് വെച്ചാൽ എന്താ? 2 × 1 2 ആണ്. അപ്പോൾ 2/9 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് 2 × 1/9 എന്ന് വെച്ചാൽ 0.111 എക്സെട്ര ആണല്ലോ. അപ്പോൾ ഇതെന്ത് വരും? 0.222 എക്സെട്ര. ഇതാണ് 2/9. ഇനി 3/9 3/9 എന്ന് വെച്ചാൽ 3 × 1/9 ആണ് അല്ലേ? അപ്പോൾ എന്ത് വരും? 3 × 0.111 എക്സെട്ര, അതായത് 0.333 എക്സെട്ര എന്ന് വരും. ഓക്കെ, അടുത്തത് 4/9 ആണ്. 4/9 എന്ന് വെച്ചാൽ എന്താ? 4 × 1/9 ആണ്. ദാറ്റ് ഈസ് 4 × 0.111 എക്സെട്ര, അതായത് 0.444 എക്സെട്ര എന്ന് വരും. ഓക്കെ, അടുത്തതോ 5/9 ആണ്. 5/9 എന്ന് വെച്ചാൽ എന്താണ്? 5 × 1/9 ആണ് അല്ലേ? അതായത് 5 × 0.111 എക്സെട്ര, അതായത് 0.555 എക്സെട്ര എന്ന് വരും. ഇനി 6/9 എന്ത് വരും? 6 × 1/9 ആണ്, അതായത് 6 × 1/9ൻ്റെ വാല്യൂ 0.111 എക്സെട്ര ആണല്ലോ. സോ ദിസ് ഈസ് 0.666 എക്സെട്ര. ഇനി 7/9 എന്ത് വരും? 7 × 1/9 ആണല്ലേ? ദാറ്റ് ഈസ് 7 × 0.111 എക്സെട്ര, അതായത് 0.777 എക്സെട്ര എന്ന് വരും. ഓക്കെ, ഇനി 8/9 എന്ത് വരും? 8 × 1/9 ആണ്, ദാറ്റ് ഈസ് 8 × 0.111 എക്സെട്ര, അതായത് 0.888 എക്സെട്ര എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ട്. ഇനി എന്താണ്? വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 2/3? 2/3യുടെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 2/3 എന്ന് വെച്ചാൽ എത്രയാണ്? 1/9ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ 9 കൊണ്ടുവരണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? 2/3 നമുക്ക് എങ്ങനെ ഡിനോമിനേറ്ററിൽ 9 ആകാം? ഈ 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 ആകുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിൽ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്തു അതേപോലെ ന്യൂമറേറ്ററിലും ചെയ്യണം അല്ലേ? അപ്പോൾ × 3 ചെയ്തു. ഓക്കെ, 2നെയും × 3 ചെയ്തു. ദാറ്റ് ഈസ് 2 × 3 6 അല്ലേ? സോ 6/, എന്താണ്, 3 × 3 9, 6/9 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 2/3 എന്ന് വെച്ചാൽ 6/9 ആണ്. 6/9ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ. എന്താണ്? 0.666 ആണ് അല്ലേ? സോ ദിസ് ഈസ് 0.666 എക്സെട്ര. ഓക്കെ.
കമ്പ്യൂട്ട് ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ഡെസിമൽ ഫോം. അതായത് താഴെ തന്നിട്ടുള്ള ആൻസേഴ്സ് ഡെസിമൽ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 111 എക്സെട്ര പ്ലസ് 0.222 എക്സെട്ര ആണ് അല്ലേ. നമുക്കറിയാം 1/9 എന്ന് വെച്ചാൽ എന്താ? 0.111 എക്സെട്ര ആണ് നമുക്കറിയാം അല്ലേ. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. 1/9 അങ്ങനെ 0.111 എക്സെട്ര ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 0.111 പകരം 1/9 എന്ന് കൊടുക്കാം. 1/9 പ്ലസ് 0.222 എന്ന് വെച്ചാൽ എന്താണ്? 2/9 ആണ് അല്ലേ. കാരണം 2/9 എന്ന് വെച്ചാൽ എന്താ? 2 × 1/9. 1/9 എന്ന് വെച്ചാൽ 0.111 അല്ലേ. അപ്പോൾ 2 × 0.111 എക്സെട്ര ആണ് എന്ത്? 0.222 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 2/9 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. 9 സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ന്യൂമറേറ്റേഴ്സ് എന്താ? 1 + 2 ആണ് /9, അതായത് 3/9. 3/9 എന്ത് വരും? 3 × 1/9 ആണ് അല്ലേ. 3 × 0.111 എക്സെട്ര, അതായത് 0.333 എക്സെട്ര ആണ് ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 0.333 എക്സെട്ര പ്ലസ് 0.777 എക്സെട്ര അല്ലേ. 0.333 എന്ന് പറയുമ്പോൾ എന്താ? 3/9 ആണ്. പ്ലസ് 0.777 എക്സെട്ര എന്ന് പറയുന്നത് എന്താ? 7/9 ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് സെയിം ഡിനോമിനേറ്റർ എടുത്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് 3 + 7/9. 3 + 7 10 അല്ലേ. സോ 10/9 ആണ് ആൻസർ. ഓക്കെ, 10/9 എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം 10/9 എന്ന് വെച്ചാൽ എന്ത് വരും? 10/9 ഈസ് ഈക്വൽ ടു കോഷ്യൻ്റ് 1 അല്ലേ. അപ്പോൾ 1 റിമൈൻഡർ 1 ആണ് /9 അല്ലേ. അതായത് 1 + 1/9 ആണ് എന്ത്? 10/9 എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ 1 + 1/9 അല്ലെങ്കിൽ 1 + 1/9 എന്ന് വെച്ചാൽ എന്താ? 0.111 എക്സെട്ര ആണ് അല്ലേ. അപ്പോൾ 1 + 0.111 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1.111 എക്സെട്ര എന്ന് വരും. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ 0.333 എക്സെട്ര ഇൻറ്റു 0.666 എക്സെട്ര. അത് എത്ര വരും? 0.333 എന്ന് പറയുന്നത് 3/9 ആണ്. ഇൻറ്റു 0.666 എന്ന് വെച്ചാൽ 6/9 ആണ് അല്ലേ. കാരണം എന്താ? 0.111 1/9 ആണ്. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.333 എന്ന് കിട്ടും. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 666 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ദിസ് ഈസ്. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷനെയും എന്ത് വരും? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക /ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഇവിടെ ഇൻറ്റു ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതെന്ത് വരും? 3 × 6/9 × 9 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 3 × 6നെ നമുക്ക് 3 × 2 എന്ന് എഴുതാം. /9നെ നമുക്ക് 3 × 3 എന്ന് എഴുതാം. അടുത്ത 9നെയും 3 × 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിൽ ഉള്ള ഒരു 3യും ഡിനോമിനേറ്ററിൽ ഒരു 3യും ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്ററിൽ ഒരു 3യും ഡിനോമിനേറ്ററിൽ ഒരു 3യും കൂടി ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള എന്താണ്? ന്യൂമറേറ്ററിൽ ഒരു 2 ഉള്ളൂ. ഡിനോമിനേറ്ററിൽ എന്താണ്? 3 × 3 9 ആണ് അല്ലേ. അപ്പോൾ 2/9 എന്ത് വരും? നമുക്കറിയാം 1/9 0.111 ആണ്. അപ്പോൾ 2/9 2 × 0.111, അതായത് 0.222 എക്സെട്ര എന്നാണ് ആൻസർ. ഓക്കെ.